എത്രയും ബഹുമാനപ്പെട്ട വന്ദ്യപിതാവേ, ഈ മാസത്തിലെ എൻ്റെ സകല പ്രവൃത്തികൾക്കും കീഴ്വഴക്കത്തിൻ്റെ യോഗ്യത പ്രാപിക്കുന്നതിനു വേണ്ടി സ്നേഹപിതാവിൻ്റെ സ്ലീഹായ്ക്കടുത്തതും പിതാവിനടുത്തതുമായ ആശീർവാദം താഴ്മയോടെ അപേക്ഷിക്കുന്നു. പിതാവേ, അങ്ങയുടെ ആരോഗ്യസ്ഥിതി ഇപ്പോൾ എങ്ങനെയാണെന്നറിയാൻ വളരെ ആഗ്രഹമുണ്ട്. അങ്ങേക്ക് ദീർഘായുസ്സ് ലഭിക്കുവാൻ ഞാൻ വളരെ ആഗ്രഹിക്കുകയും പാവപ്പെട്ട എൻ്റെ അയോഗ്യ അപേക്ഷകളിൽ ദിനംപ്രതി അപേക്ഷിക്കുകയും ചെയ്യുന്നു. വേഗം മരിച്ച് അവിടുത്തെ നിത്യമായി കാണുന്നതിന് വളരെ ആഗ്രഹമുണ്ടെങ്കിലും നമ്മോടുള്ള സ്നേഹത്തെക്കുറിച്ച് അളവറ്റ പീഡകൾ സഹിക്കുന്ന ദിവ്യ ഈശോയെ ആശ്വസിപ്പിക്കുന്നതിനും എന്തെങ്കിലും സഹിക്കുന്നതിനും പാടുപെടുന്നതിനും പിന്നെ കഴിയുകയില്ലല്ലോ. പിതാവേ, എന്തേ ഇപ്പോൾ ഇത്രയധികം വ്യസനിക്കുകയും ദുഃഖിക്കുകയും ചെയ്യുന്നു? നമ്മുടെ രക്ഷിതാവിൻ്റെ സ്നേഹം നിറഞ്ഞ തിരുഹൃദയം പിതാവിൻ്റെ എല്ലാ ആഗ്രഹങ്ങളും അപേക്ഷകളും നിറവേറ്റിത്തരുമെന്നും പിതാവിൻ്റെ എല്ലാ അധ്വാനങ്ങളിലും സഹായിക്കുമെന്നും എനിക്ക് നല്ല പ്രത്യാശയുണ്ട്. പിതാവ് ദിവ്യരക്ഷിതാവിനെക്കുറിച്ച് വളരെയധികം സഹിച്ചിട്ടുണ്ട്. അതിൻ്റെ സമ്മാനം വേഗം പോയി മേടിച്ച് അവിടുത്തെ അടുക്കൽ നിൽക്കണമല്ലേ? നല്ല സൂത്രമാണ്. ഇപ്പോൾ ഞാൻ അതിന് സമ്മതിക്കുകയില്ല. എൻ്റെ അയോഗ്യ അപേക്ഷകളിൽ ഈശോയുടെ തിരുഹൃദയത്തോടും പരിശുദ്ധ അമ്മയോടും നല്ലവണ്ണം അപേക്ഷിക്കും. ഒരു പാപിയുടെ അപേക്ഷ ദിവ്യപിതാവ് തള്ളിക്കളയുകയില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിതാവ് മരിച്ച് സ്വർഗത്തിൽ പോയാൽ ക്ഷണത്തിൽ എനിക്കു വേണ്ടിയും അപേക്ഷിച്ച് എന്നെയും കൊണ്ടുപോകണം. പിതാവേ, ധ്യാനവും നമസ്കാരവും മറ്റും കഴിക്കുന്നതിന് നല്ല ആഗ്രഹവും താൽപ്പര്യവുമുണ്ട്. ദൈവോർമ്മയിൽ ജീവിക്കുന്നതിനും മുൻപത്തേക്കാൾ അധികം എളുപ്പം തോന്നുന്നുണ്ട്. പുണ്യപ്രവർത്തികൾ ചെയ്യുന്നതിന് നല്ല ആഗ്രഹമുണ്ട്. പ്രത്യേകം കീഴ്വഴക്കത്തിനടുത്തതും എളിമയ്ക്കടുത്തതുമായ കാര്യങ്ങൾ ചെയ്യുന്നതിന് ദൈവാനുഗ്രഹത്താൽ അധികം ആഗ്രഹം തോന്നുന്നു. ഞാൻ അറിയിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ദൈവാനുഗ്രഹത്താൽ ഇപ്രകാരം തന്നെയാണ്. പിതാവേ, അവിടുത്തെ ആ പീഡാനുഭവങ്ങളുടെ ഓർമ്മയാൽ എൻ്റെ ഹൃദയം എല്ലായ്പ്പോഴും അത്യധികം ദുഃഖിക്കുന്നു. ചിലപ്പോൾ സമൂഹത്തിലായിരിക്കുമ്പോൾ പോലും അത്ര സന്തോഷം എനിക്ക് വരുന്നില്ല. സന്തോഷിച്ചുല്ലസിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പിതാവേ, അവിടുത്തെ സ്നേഹിക്കാൻ ഞാൻ എന്ത് ചെയ്യേണ്ടു? ഞാൻ നന്ദികെട്ട ഒരു മകളാണല്ലോ. പിതാവേ, ഈശോയെ സ്നേഹിക്കാൻ എനിക്ക് വളരെ ആഗ്രഹമുണ്ട്. ഇതുവരെയും ഞാൻ അവിടുത്തെ സ്നേഹിച്ചിട്ടില്ല. ഇനിയെങ്കിലുമുള്ള കാലം അവിടുത്തെ സ്നേഹിച്ചു മരിക്കാൻ സ്നേഹപിതാവ് ഈ അയോഗ്യ മകളായ എനിക്കു വേണ്ടി അങ്ങയുടെ ജപധ്യാനങ്ങളിലും പ്രത്യേക ദിവ്യപൂജയിലും ഓർത്തു പ്രാർത്ഥിക്കണമെന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തെയും പരിശുദ്ധ അമ്മയെയും സ്നേഹിക്കുന്നതിനും അവിടത്തെക്കുറിച്ച് എന്തെങ്കിലും സഹിക്കുന്നതിനും എനിക്ക് വളരെ ആഗ്രഹമുണ്ട്. എല്ലാം സ്നേഹപിതാവ് എനിക്ക് പറഞ്ഞു തരണമേ. പിതാവിനെൻ്റെ ഹൃദയത്തെയും മനസ്സിനെയും മുഴുവനായി ഏൽപ്പിച്ചിരിക്കുന്നു. അങ്ങയുടെ സ്വാതന്ത്ര്യം പോലെ എന്തെങ്കിലും എന്നോട് ചെയ്യണമേ. സ്നേഹപിതാവേ, എനിക്കൊരു ആഗ്രഹം തോന്നുന്നുണ്ട്. ഞങ്ങൾക്ക് മാസത്തിലൊരു ദിവസം ധ്യാനിക്കണമെന്നുണ്ട്. ആ ധ്യാനം മാസാദ്യ വെള്ളിയാഴ്ച നടത്തുന്നതിനും അന്നേ ദിവസം വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെക്കുന്നതിനും സ്നേഹപിതാവിനിഷ്ടമാകുന്നുവെങ്കിൽ അനുഗ്രഹമായി അനുവദിക്കണമെന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു. ഈ ദിവസം ധ്യാനമായതിനാൽ എല്ലാവരും നമ്മുടെ രക്ഷിതാവിനെ അധികം ആശ്വസിപ്പിക്കുന്നതിനിടവരും. പിതാവേ, ഞാൻ അറിവില്ലാത്തവളും ഈശോയെ സ്നേഹിക്കാത്ത നന്ദികെട്ട ഒരു വസ്തുവുമാകുന്നു. ഈ ഒരു വിചാരം എല്ലായ്പ്പോഴും എൻ്റെ ഹൃദയത്തെ ദുഃഖിപ്പിക്കുന്നു. ആരു വഴിയായിട്ടെങ്കിലും സ്നേഹം നിറഞ്ഞ തിരുഹൃദയത്തെ ആശ്വസിപ്പിക്കണമെന്നുള്ള ഒരു വലിയ ആഗ്രഹം എല്ലായ്പ്പോഴും എൻ്റെ ഹൃദയത്തിലുണ്ടാകുന്നു. ഇതിനായി നിത്യവും എൻ്റെ അയോഗ്യ പ്രാർത്ഥനകളിൽ അപേക്ഷിച്ചു വരുന്നു. പിതാവേ, ഞാൻ അങ്ങയുടെ മകളല്ലേ? ഈശോയുടെ തിരുഹൃദയത്തെയും പരിശുദ്ധ അമ്മയെയും സ്നേഹിക്കുന്നതിന് വലിയൊരു ഹൃദയം ഈശോയുടെ സ്നേഹഭണ്ഡാരത്തിൽ നിന്ന് അപേക്ഷിച്ച് വാങ്ങിച്ചു തരണമെന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു. പിതാവേ, നാളെ കാവൽമാലാഖമാരുടെ തിരുനാളാകുന്നു. എന്നെയും കാഴ്ചവെച്ച് അപേക്ഷിക്കണമെന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു. പിതാവിൻ്റെ അപേക്ഷയ്ക്ക് എന്നെ മുഴുവനും സമർപ്പിക്കുന്നു. പിതാവേ, വേഗം മരിച്ച് സ്വർഗത്തിൽ പോകുവാൻ അപേക്ഷിക്കല്ലേ. പിതാവ് അങ്ങനെ പറയുമ്പോഴൊക്കെയും എൻ്റെ ഹൃദയം അത്യധികം ദുഃഖിക്കുന്നു. ഈശോയുടെ തിരുഹൃദയം പരിശുദ്ധ അമ്മയും കഴിഞ്ഞാൽ പിതാവിൽ നിന്നുള്ള ആശ്വാസമല്ലാതെ മറ്റാരിൽ നിന്നൊരാശ്വാസവും എനിക്കില്ലെന്ന് പിതാവിനറിയാമല്ലോ. എല്ലാവിധത്തിലും ഈ പാവപ്പെട്ട മകളെ മറക്കല്ലേ എന്ന്
താഴ്മയോടെ അപേക്ഷിക്കുന്നു. ശീശ്മക്കാർക്കു വേണ്ടി നിത്യവും പാവപ്പെട്ട എൻ്റെ അയോഗ്യ പ്രാർത്ഥനകളിൽ അപേക്ഷിച്ചു വരുന്നു. പിതാവിനു വേണ്ടി അപേക്ഷിക്കാതെ ഒരു ദിവസമെങ്കിലും കടന്നുപോയതായി കഴിഞ്ഞ 2.5 വർഷത്തിൽ ഞാൻ ഓർമ്മിക്കുന്നില്ല. ഈ പാവപ്പെട്ട എന്നെ മറന്നു കളയല്ലേ എന്ന് താഴ്മയോട് അപേക്ഷിക്കുന്നു. ഈ എഴുത്തിന് ഒരു മറുപടി അനുഗ്രഹമായി അയച്ചു തരണമെന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്ലീഹായിക്കടുത്തതും സ്നേഹപിതാവിനടുത്തതുമായ ആശീർവാദം താഴ്മയോടെ അപേക്ഷിക്കുന്നു എന്ന അങ്ങയുടെ അയോഗ്യ ശുശ്രൂഷയും എളിയ മകളുമായ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ പ്രാർത്ഥന